ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രവാചകഗീതയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രവാചകഗീതയുടെ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ കൂടെ അങ്ങയുടെ പ്രവാചകൻ്റെ വഴികളെക്കുറിച്ചും അങ്ങയുടെ നിയമനത്തെക്കുറിച്ചും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു മിശിഹായിൽ അപേക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. പ്രവാചകഗീതയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം ഒരു പുതിയ പ്രവാചക പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 12 ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ 11ാമത്തേതായ സെക്കറിയ പ്രവാചകൻ്റെ പുസ്തകമാണ് നാം ഇന്ന് മുതൽ അടുത്ത ഏതാനും എപ്പിസോഡുകളിൽ നാം കേൾക്കാൻ പോകുന്നത്. ബാബിലോൺ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന ദൈവജനത്തോട് ദൈവത്തിന് സംസാരിക്കുവാൻ ദൈവം വീണ്ടും പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ബാബിലോണിലായിരുന്നപ്പോഴും ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിരുന്നു. മടങ്ങി വന്ന ശേഷം നാം ഹഗ്ഗായി പ്രവാചകനെ കാണുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നാം ഹഗ്ഗായി പ്രവാചകനെക്കുറിച്ച് കേട്ടിരുന്നു. ഹഗ്ഗായി പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ പ്രവചിച്ച അല്ലെങ്കിൽ പ്രവചന ശുശ്രൂഷ നിർവഹിച്ച മറ്റൊരു പ്രവാചകനാണ് സെക്കറിയ പ്രവാചകൻ. ഈ 2 പ്രവാചകന്മാരും ഏറിയ കൂറും ഒരേ വ്യക്തികളോടൊക്കെ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ആ പുസ്തകങ്ങളിലെ പ്രധാന വ്യക്തികൾ നാം അവിടെ കാണുന്നു. സെറുബാബേലും യോശുവ എന്ന പുരോഹിതനെയൊക്കെ നാം അവിടെ കാണുന്നു. സെക്കറിയ ഒരു പ്രവാചകനായിരിക്കുമ്പോൾ തന്നെ അവനൊരു പൗരോഹിത്യ പശ്ചാത്തലമുണ്ട് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 12ാം അധ്യായത്തിൽ നാം അതിനെക്കുറിച്ച് അല്പം കാണുന്നു. ഒരു അല്പം ചരിത്രം നാം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സെക്കറിയ പ്രവാചകൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കും. നെഹമ്യാവിൻ്റെ പുസ്തകം 12ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ശെൽത്തിയേലിൻ്റെ മകനായ സെറുബാബേലിനോടും യോശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും ഇവരാകുന്നു. എന്നിട്ട് ഏതാനും വ്യക്തികളുടെ പേരുകൾ പറയുന്നു. അതിൽ 4ാമത്തെ വാക്യം ഈദോ, ഗനാഥാൻ, അബിയാവ്. എൻ്റെ അകത്ത് ഈദോ എന്നൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു. സെക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദാര്യാവേശിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ ഇദ്ദോ പ്രവാചകൻ്റെ മകനായ ബെരഖ്യാവിൻ്റെ മകനായ സെക്കറിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത്. അപ്പോൾ ഇവിടെ ഇദ്ദോയുടെ മകനായ ബെരഖ്യാവിൻ്റെ മകനാണ് സെക്കറിയാവ് എന്നിവിടെ പറയുന്നു. നെഹമ്യാവ് വന്ന കൂട്ടത്തിൽ അന്ന് വന്ന പുരോഹിതന്മാർ ലേവ്യരുടെ കൂട്ടത്തിൽ ഇദ്ദോ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. അങ്ങനെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ചെല്ലുമ്പോൾ നാം അവിടെ കാണുന്നു ഇദ്ദോ കുലത്തിന് സെക്കറിയാവ്. അതായത് സെക്കറിയാവ് ഇദ്ദോ കുലത്തിൻ്റെ പിതൃഭവന തലവനായിരുന്നു. സെറുബാബേലിനോടും യോശുവയോടും കൂടെയൊക്കെയും വന്ന ഓരോ ലേവ്യരുടെയും പുരോഹിതന്മാരുടെയും പിതൃഭവന തലവന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവിടെ നാം സെക്കറിയാവിനെ കാണുന്നു. അവിടെ നമ്മൾ ഇദ്ദോ കുലത്തിൻ്റെ തലവനായി വന്നത് പിന്നെ പിൽക്കാലത്ത് വന്നത് സെക്കറിയാവാന്ന് കാണുന്നു. അങ്ങനെ സെക്കറിയാവ് ഒരു പുരോഹിതനും അതേസമയത്ത് ഒരു പ്രവാചക പശ്ചാത്തലം കൂടെയുള്ള വ്യക്തിയാണ്. ഇദ്ദോ പുരോഹിതനായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് സെക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ സെക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് നാം ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയൊരു കാര്യം. സെക്കറിയ പ്രവാചകൻ മൈനർ ബുക്ക് പ്രോഫറ്റ്സിൻ്റെ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന, ക്ലാരിറ്റിയോടെ പ്രവചിച്ചിരിക്കുന്ന വ്യക്തിയാണ് സെക്കറിയ പ്രവാചകൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ് സെക്കറിയ പ്രവാചകൻ്റെ പുസ്തകം. പഴയ നിയമത്തിൽ നാം വലിയ പ്രവാചകന്മാരുടെ പുസ്തകവും ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകവും കാണുന്നു. വലിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ യെശയ്യാ പ്രവാചകനെയാണ് മഹത്വമുള്ള യെശയ്യാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ വന്നിരിക്കുന്ന അല്ലെങ്കിൽ മിഷിയാനിക് പ്രോഫസീസ് വന്നിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ്. മൈനർ പ്രോഫറ്റ്സിൽ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് സെക്കറിയ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ വേദശാസ്ത്ര പണ്ഡിതന്മാർ ഇതൊരു മിനി യെശയ്യാവിൻ്റെ പുസ്തകമായിട്ട് തന്നെ അവരതിനെ കാണുന്നു. അതിൻ്റെ ഒരു പാരമ്പര്യം. സെക്കറിയ പ്രവാചകൻ്റെ പ്രവചനങ്ങൾ
അല്ലെങ്കിൽ സെക്രിയ പ്രവാചകൻ്റെ പുസ്തകം 2 തലങ്ങളിലാണ് അതിൻ്റെ കാര്യങ്ങൾ വിവരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ 8 അധ്യായങ്ങളും രണ്ടാമത്തെ ഭാഗമായി 9 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ. അത് വളരെ വ്യക്തമായ ഒരു ടൈം ലൈനിലാണ് അത് മാറിയിരിക്കുന്നത്. ആദ്യത്തെ 8 അധ്യായങ്ങളും അദ്ദേഹം കണ്ട ദർശനങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി ഇന്ന സമയത്ത് കണ്ടു എന്ന് വളരെ വ്യക്തമായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ, അവസാനത്തെ ഭാഗത്തെ പ്രവചന പുസ്തകം അല്ലെങ്കിൽ പ്രവചന ഭാഗങ്ങൾ അതിൻ്റെ കാലയളവിനെക്കുറിച്ച് ഏറിയ കാര്യങ്ങൾ നാം വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമ്മൾക്ക് സാധ്യമല്ല. സെക്രിയ പ്രവാചകൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇസ്രായേൽ മക്കളോട്. കാരണം ഇപ്പോൾ അവർ പ്രവാസത്തിൽ നിന്ന് വന്നു. പ്രവാസത്തിലേക്ക് പോയ അനേകർ മടങ്ങി വന്നിട്ടില്ല. കാരണം അനേകർ 70 വർഷം കൊണ്ട് ബാബിലോണിൽ തന്നെ അവരുടെ ജീവിതം അവസാനിക്കുകയും അവർക്ക് മടങ്ങി വരാൻ സാധിക്കാത്ത പോലെ അവരുടെ മക്കളോ അവരുടെ കൊച്ചുമക്കളോ ആണ് മടങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് നിങ്ങളെ ഞാനിപ്പോൾ മടക്കി കൊണ്ടുവന്നു, എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവർ പോകാൻ കാരണമായത് അവരുടെ തെറ്റുകളാണ്. ദൈവത്തിൻ്റെ കോപമാണ് അവരെ ഈ ദേശത്തു നിന്നും ബാബിലോണിലേക്ക് പ്രവാസത്തിൽ അടിമകളായി പോകാൻ ഇടയായത് എന്ന് അടിവരയിട്ട് ദൈവത്തോട് ഓർപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 3-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരുവേൻ, അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് വരാം. 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എങ്കിലേക്ക് തിരിയുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഇത് ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ തന്നെ ഇത് നമ്മളോട് ഓരോരുത്തരോടും പറയുന്ന കാര്യങ്ങളാണ്. ഇസ്രായേൽ മക്കൾ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ അന്യ ദൈവങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തപ്പോൾ ദൈവം അവരിൽ നിന്നും അകന്നുപോയി. ഇവിടെ പറയുന്നു, നിങ്ങൾ എങ്കിലേക്ക് തിരിയുവീൻ, എങ്കിൽ ഞാനും നിങ്ങളിലേക്ക് തിരിയാം. നമുക്ക് മറ്റൊരു രീതിയിൽ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്നിൽ നിന്ന് അകലുവേൻ, ഞാൻ നിങ്ങളിൽ നിന്നും അകലും എന്നാണ് ആ പറഞ്ഞതിൻ്റെ കാര്യം. അതായത് മക്കൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവം അവരിൽ നിന്നും അകലും. നാം ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവവും നമ്മളിലേക്ക് തിരിയും എന്നിവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇസ്രായേൽ മക്കളോട് ദൈവം വളരെ വ്യക്തമായിട്ട് പറയും. ഇത് തന്നെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണും. 4-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക്, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരും, അവൻ നിങ്ങളിലേക്ക് അടുത്ത് വരും എന്ന് വളരെ വ്യക്തമായിട്ട് യാക്കോബിൻ്റെ ലേഖനം നമ്മളെ ഓർപ്പിക്കുന്നു. ഇതേ വാക്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇവിടെ മടങ്ങി വന്ന പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ മക്കളോട്, യഹൂദയിലെ ജനത്തോട് ദൈവത്തിന് പറയാനുള്ളത്, നിങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു, ഇനിയും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേശത്തിലേക്ക് ഞാൻ മടക്കി കൊണ്ടുവന്നിരിക്കുന്നു, ഇനിയും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരുവേൻ. നിങ്ങളിവിടെ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ, ഇതിൻ്റെ പഴയ പ്രതാപം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ഇവിടെ നിങ്ങൾ അനുഗ്രഹത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ എന്നിലേക്ക് തിരിവേൻ. ഇത് എനിക്കും നിങ്ങൾക്കുമുള്ള മുന്നറിയിപ്പാണ്. നാം ഈ ലോകത്തിൻ്റെ ഓട്ടത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ആയിട്ടുള്ള വളർച്ചയിൽ, ഈ ലോകത്തിൻ്റെ വ്യത്യാസങ്ങൾ ഓരോ ദിവസവും നമ്മൾ കാണുമ്പോൾ, നാം നമ്മുടെ ചുറ്റും അഭിവൃദ്ധി അല്ലെങ്കിൽ നാം നമ്മുടെ ചുറ്റും കേൾക്കുന്ന വാർത്തകളുടെ പിന്നാലെ പോകുമ്പോൾ നാം പലപ്പോഴും ദൈവത്തിൽ നിന്നുമാണ് അകന്നു പോകുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് തിരിയാൻ സാധ്യമാകാത്ത ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അനേകം ദൈവവചന പ്രഘോഷണങ്ങൾ ഇന്ന് ടെലിവിഷൻ മാധ്യമത്തിൽ കൂടെയും അല്ലാതെയൊക്കെ ലഭ്യമാണ്. എന്നാൽ ദൈവത്തിൽ നിന്നും ജനം ഏറ്റവും അധികം വിദൂരത്ത് ജീവിക്കുന്ന ഒരു കാലത്ത് കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ദൈവം എന്നോടും നിങ്ങളോടും പറയുന്നത്, നാം ദൈവത്തോട് മടങ്ങി വരുവാനാണ്. നാം വിചാരിക്കുന്നത് നാം ദൈവത്തോട് അടുത്താണെന്നാണ്. എന്നാൽ നമ്മുടെ വഴികളെ സൂക്ഷ്മമായി ചിന്തിക്കുവിൻ. ഹഗായി പ്രവാചകനിൽ കൂടെ ദൈവം സംസാരിക്കുന്നത്, നിങ്ങളുടെ വഴികളെ സൂക്ഷ്മമായി ചിന്തിക്കുവിൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊയ്യുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ല. നിങ്ങൾ പാനം ചെയ്തിട്ട് നിങ്ങളുടെ ദാഹം തീരുന്നില്ല. അതെ, നിങ്ങൾ വളരെ ഏറെ കൂട്ടി വെച്ചിട്ടും അല്പം മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. അത് ദൈവിക ശാപം, ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന ജനത്തിനുണ്ടാകുന്നൊരു കുഴപ്പമാണ്. ഇവിടെ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നു, നിങ്ങളെങ്കിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരാം. എന്നിട്ട്
ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളാകരുത്. അവരുടെ അടുക്കിലേക്ക് ഞാൻ പ്രവാചകന്മാരെ അയച്ചു, എന്നാൽ അവരത് കേട്ടനുസരിച്ചില്ല എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാർ തിരിച്ചറിഞ്ഞു. 5-ാം വാക്യത്തിൽ അല്ലെങ്കിൽ 6-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു, എന്നാൽ ഞാൻ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പിടികൂടിയില്ലയോ? ഞങ്ങളുടെ വഴികളും പ്രവൃത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്തിരിക്കുന്നുവെന്ന് നിരൂപിച്ചതുപോലെ അവർ ഞങ്ങളോട് ചെയ്തിരിക്കുന്നുവെന്ന് അവർ റിപ്പീറ്റ്. എന്നാൽ ഞാൻ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പിടികൂടിയില്ലയോ? ഞങ്ങളുടെ വഴികൾക്കും പ്രവൃത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചിരുന്നതുപോലെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നുവെന്ന് അവർ മനം തിരിഞ്ഞു പറഞ്ഞു. അതായത് പ്രവാചകന്മാർ പറഞ്ഞ സത്യമായിരുന്നു, ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ദൈവം ചെയ്തു എന്ന് അവർ മനം തിരിഞ്ഞു. അവർക്ക് എപ്പോഴാണ് മനം തിരിയുന്നത്? അവർക്കെല്ലാം നഷ്ടമായപ്പോഴാണ് മനം തിരിയുന്നത്. നമ്മുടെ കയ്യിൽ ഇന്നെല്ലാം ഉള്ളപ്പോൾ നാം ഇന്ന് മനം തിരിയുമെങ്കിൽ, അതായത് ഇന്ന് മാനസാന്തരപ്പെടുമെങ്കിൽ, നമ്മുടെ ചിന്തകൾക്കൊരു ചേഞ്ച് വരുത്തുമെങ്കിൽ, നമ്മെ നാശത്തിൻ്റെ പാതയിലല്ല അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് ദൈവം നയിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടെയാണ് നാം ഈ വാക്യങ്ങൾ കാണുന്നത്. അതിൻ്റെ 8-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നത് സെഖര്യാ പ്രവാചകൻ കണ്ടു തുടങ്ങുന്ന ചില ദർശനങ്ങളാണ്. ഈ ദർശനത്തിൽ ഈ പല ദർശനങ്ങൾ നമ്മൾ ഇനിയും ഉള്ള അധ്യായങ്ങൾ നമ്മൾ കാണും. അവൻ കാണുന്ന ദർശനങ്ങൾക്ക് ഓരോ ദർശനങ്ങൾക്കും ഓരോ ഒരു മുന്നറിയിപ്പുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടെ നമ്മളെ ദൈവം പലതും പഠിപ്പിക്കുകയും കൂടെയാണ്. 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ താഴ്വരയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നു. അവൻ്റെ പിൻപിൽ ചുവപ്പും തവിട്ടും വെള്ളയും നിറമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവൻ കാണുന്നത് ഒരു സ്വപ്നം കാണുന്നു, അല്ലെങ്കിൽ ദർശനം കാണുന്നു. ഒരു ചുവന്ന കുതിരയുടെ പുറത്ത് ഒരു പുരുഷനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു ദൂതനെ കാണുന്നു. അവൻ കൊഴുന്തുകളുടെ നടുവിൽ ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അനേകം വൃക്ഷങ്ങളുടെ നടുവിലായിരിക്കുന്നു, അല്ലെങ്കിൽ റവൈൻ്റെ നടുവിലായിരിക്കുന്നു. അവൻ്റെ പിന്നിൽ അനേകമായ വേറെ 3 കുതിരകളെ കൂടെ അവൻ കാണുകയാണ്. ചുമത്ത നിറം, തവിട്ട് നിറം, അങ്ങനെ വെള്ളയും നിറമുള്ള കുതിരകൾ പുറയിലുണ്ടായിരുന്നു. ഇനി ഈ കുതിരകൾ എന്താണ് എന്ന് അവൻ ചോദിക്കുകയാണ്. യജമാനെ, ഇവർ ആരാകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ, ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന് പറഞ്ഞു. അതായത് ഈ 3 കുതിരകൾ, മൊത്തം 4 കുതിരകൾ നമ്മൾ കാണും. അതിൽ 3 കുതിരകളിലും അതിന്മേലുള്ളവരും യഹോവ അയച്ചിരിക്കുന്ന ദൂതന്മാരാണ്. അവർ ഭൂമിയെ സന്ദർശിക്കാനായിട്ട് ദൈവം അയച്ചിരിക്കുന്ന ദൂതൻ പറയുന്നു. 10-ാം വാക്യത്തിൽ, എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന് പറഞ്ഞു. അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു, സർവ്വഭൂമിയും സമാധാനത്തോടെയും സ്വസ്ഥതയോടും ഇരിക്കുന്നത് കണ്ടു എന്നുത്തരം പറഞ്ഞു. ഇവിടെ നമ്മളെ ഇച്ചിരി അല്പം ഒരു പക്ഷേ കൺഫ്യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നമ്മളോട് കേൾക്കുന്നത്. അതായത് ഇനിയുള്ള വാക്യങ്ങൾ കേൾക്കുമ്പോഴാണ് അതിൻ്റെ കൺഫ്യൂഷൻ വരാൻ സാധ്യത. ഇങ്ങനെയാണ് പറയുന്നത്, ആ ദൂതന്മാർ ഭൂമിയിലെല്ലാം സഞ്ചരിച്ചു. അവർ സഞ്ചരിച്ച് മടങ്ങി വന്നപ്പോൾ ആദ്യം സെഖര്യാവ് കണ്ട ആ ദൂതനോട് അവർ സംസാരിക്കുകയാണ്. ഞങ്ങൾ പോയി എല്ലാം കണ്ട് മടങ്ങി വന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ഭൂമി സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു, സമാധാനപരമായി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അതൊരു നല്ല വാർത്തയാണല്ലോ. സമാധാനമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള സമാധാനം അത്ര ദൈവത്തിൻ്റെ സ്ഥലം അത്ര നല്ല ഒരു കാര്യമായിട്ടല്ല വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ജനം സമാധാനത്തിലല്ല ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ കോപം യെരുശലേമിൻ്റെ മേലും യഹൂദരുടെ മേലും വന്ന ആ ദേശം ദൈവത്തിൻ്റെ കോപത്താൽ വെന്തുരുകിയ സ്ഥലമാണ്. അവിടെ എല്ലാം നശിച്ചുപോയി. ബാക്കി എല്ലാ രാജ്യങ്ങളും സമാധാനത്തോടെ ജീവിക്കുന്നു. ദൈവത്തിൻ്റെ ജനം
സമാധാനമില്ലാതെ ജീവിക്കുന്നു. ഇത് പറയുമ്പോൾ ഇത് അവൻ കാഴ്ച കാണുന്ന കാലഘട്ടത്തിൽ അന്നും ബാബിലോണിൽ പിന്നെയും പ്രവാസികളുണ്ട്. അവരെല്ലാം പൂർണ്ണമായിട്ട് മടങ്ങി വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു, 12-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, എന്നാൽ യഹോവയുടെ ദൂതൻ സൈന്യങ്ങളുടെ യഹോവയെ, ഈ 70 വർഷമായി നീ കോപിച്ചിരിക്കുന്ന യെരൂശലേമിനോടും യഹൂദാ പട്ടണങ്ങളോടും നീ എത്ര കാലം കരുണ കാണിക്കാതിരിക്കുമെന്ന് ചോദിച്ചു. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതന് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ആശ്വാസം നിറഞ്ഞൊരു വാക്ക് ഇവിടെ കേൾക്കാൻ പോവുകയാണ്. അതായത് ആ ദൂതൻ ഒരു കാര്യം ചോദിച്ചു, നീ എത്ര നാൾ യെരൂശലേമിനോട് നീ കോപിച്ചിരിക്കും, അതിനോട് കരുണ കാണിക്കാതിരിക്കും. അതാണ് ആ ദൂതന് ചോദിക്കാൻ കാരണം. ആ ദൂതൻ പറയുന്നു, ബാക്കി എല്ലാ രാജ്യങ്ങളും സമാധാനത്തോടും സന്തോഷത്തോടും ഇരിക്കുന്നു, നിൻ്റെ ജനത്തോടും നിൻ്റെ ദേശത്തോടും നീ എന്തുകൊണ്ട് സമാധാനവും കരുണ കാണിക്കുന്നില്ല? അതിന് 14-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ചു പറയേണ്ടത്, അതായത് സെക്രിയ പ്രവാചകൻ തൻ്റെ ജനത്തോട് സംസാരിക്കേണ്ടത്, യെരൂശലേം മക്കളോട് സംസാരിക്കേണ്ടത്, നീ പ്രസംഗിച്ച് പറയേണ്ടത്, എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ച് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിനും സിയോനും വേണ്ടി മഹാതീക്ഷ്ണതയോടെ എരിയുന്നു. ഞാൻ അല്പം മാത്രം കോപിച്ചപ്പോൾ അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് സ്വൈര്യമായിരിക്കുന്ന ജനതകളോട് ഞാൻ അത്യന്തം കോപിച്ചിരിക്കുന്നു. ഇവിടെയാണ് നാം മുമ്പേ കണ്ട ആ ദർശനത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ബാക്കി എല്ലാവരും സ്വൈര്യമായിട്ട് ജീവിക്കുമ്പോൾ എൻ്റെ ജനം പ്രയാസത്തിലായിരിക്കും. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജനം പ്രയാസത്തിലായിരിക്കുന്നത്? ദൈവം അവരോട് കോപിച്ചതുകൊണ്ടാണ് ആ ജനം പ്രയാസത്തിലായിരിക്കുന്നത്. എന്നാൽ ദൈവം ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ അവരോട് അല്പമേ കോപിച്ചുള്ളൂ. നെബൂഖദ്നേസർ രാജാവിനെ ദൈവമാണ് വരുത്തിയെന്ന് നമ്മൾ മുമ്പുള്ള പ്രവാചക പുസ്തകങ്ങൾ കാണുന്നു. എൻ്റെ ദാസനായ നെബൂഖദ്നേസർ തന്നെയാണ് ദൈവം അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ അവർ വന്നപ്പോൾ ദൈവം ഉദ്ദേശിച്ച കോപത്തിൻ്റെ അല്ല ശിക്ഷയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ വന്ന ശത്രുക്കൾ ആ ലിമിറ്റുകളെല്ലാം ക്രോസ് ചെയ്ത് അവരെ അത്യധികമായിട്ട് ശിക്ഷിച്ചു കളഞ്ഞു. ദൈവം ആഗ്രഹിച്ചതിനെക്കാട്ടിലും കൂടുതലും നാശം ദൈവത്തിൻ്റെ ജനത്തിന്മേൽ ഈ വന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ ഈ സമൂഹങ്ങൾ ഒക്കെ നടത്തി. അതുകൊണ്ടാണ് ദൈവം ഇപ്പോൾ കോപിച്ചിരിക്കുന്നത്. അവർക്ക് അടി കൊടുക്കണമായിരുന്നു, അത് ദൈവം തീരുമാനമായിരുന്നു. അവരെ പ്രവാസികളായിട്ട് കൊണ്ടുപോകും. ദൈവം നേരത്തെ തന്നെ സംസാരിച്ച കാര്യങ്ങളാണ്. എസെക്കിയേൽ കൂടെയും യെരമ്യാവിൽ കൂടെ ഒക്കെ ദൈവം സംസാരിച്ചു. എന്നാൽ ദൈവം ഇവിടെ പറയുന്നു, ഞാൻ അല്പമേ കോപിച്ചുള്ളൂ, എന്നാൽ ഇവർ വളരെയധികം ഇവരെ ശിക്ഷിച്ചു. കാരണം ദൈവം ശിക്ഷിക്കുന്ന വേറൊരു വ്യക്തിയിൽ കൂടെയാണ് ശിക്ഷിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ 16-ാം വാക്യത്തിൽ, അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, എൻ്റെ ആലയം അതിൽ പണിയും, യെരൂശലേമിന്മേൽ അളനൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ പറയും. ദൈവം യെരൂശലേമിനെ വീണ്ടും ഒരു റീസർവേ, നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ ഒരു റീസർവേ നടത്താൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സ്ഥലമാണ്. ദൈവം വീണ്ടും അളവ് നൂല് പിടിക്കാൻ പോവുകയാണ് യെരൂശലേമിൽ. ദൈവം കരുണയോടെ യെരൂശലേമിലേക്ക് തിരിയും. അതായത് നശിപ്പിച്ച യെരൂശലേമിനെ ദൈവം വീണ്ടും പുനർജീവിപ്പിക്കും. അതിൻ്റെ പട്ടണങ്ങളെ വീണ്ടും പണിയും. ദൈവം അവിടെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറക്കാൻ പോവുകയാണ്. അതാണ് സെക്രിയ പ്രവാചകൻ കൂടെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു വാക്യമാണ്, അല്ലെങ്കിൽ വലിയൊരു പ്രവചനമാണ് നമ്മളിവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ 17-ാം വാക്യത്തിൽ, നീ ഇനിയും വിളിച്ചു പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധിയാൽ കവിഞ്ഞൊഴുകും. ലോട്ട് ഓഫ് പ്രോസ്പെറിറ്റി ഈസ് ഗോയിങ് ടു കം ഇൻ ടു മൈ പ്ലാൻ. ഒത്തിരി അഭിവൃദ്ധി എൻ്റെ ദേശത്ത് വരാൻ പോവുകയാണ്. അത് കവിഞ്ഞൊഴുകും അഭിവൃദ്ധി കൊണ്ട്. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഞാൻ ദൃഷ്ടികൾ ഉയർത്തി നോക്കിയപ്പോൾ 4 കൊമ്പുകൾ കണ്ടു. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ അനേകം പ്രവാചക പുസ്തകങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മുഴുവനും യെരൂശലേമിൻ്റെ മേലുള്ള ന്യായവിധിയെക്കുറിച്ചായിരുന്നു. ദൈവത്തിൻ്റെ ജനത്തോടുള്ള മുന്നറിയിപ്പുകളെക്കുറിച്ചായിരുന്നു. അവർക്കെതിരെയുള്ള കുറ്റപത്രങ്ങളായിരുന്നു. എന്നാൽ വളരെ വ്യത്യസ്തമായി നാം സെക്രിയ പ്രവാചകൻ കൂടി കേൾക്കുന്നത് ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെ ചില ശബ്ദങ്ങളാണ്. ദൈവം അടിക്കും, എന്നാൽ അടിച്ചു കഴിഞ്ഞാൽ അവൻ വീണ്ടും അവരെ കൂട്ടിച്ചേർക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം അവർ പറയുന്നു,
ഞാൻ നിങ്ങളുടെ പട്ടണങ്ങളെ അഭിവൃദ്ധി കൊണ്ട് കവിഞ്ഞൊഴുകുമാറാക്കും. ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിയും. അത് കഴിഞ്ഞ് സെക്കറിയ പ്രവാചകൻ വീണ്ടും ഒരു ദർശനം കാണുന്നു. 4 കൊമ്പുകൾ കാണുന്നു. ഈ 4 കൊമ്പുകൾ നമ്മൾ ഇതിനു മുമ്പേ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ 4 തരം രാജാക്കന്മാരും അങ്ങനെ പല കാര്യങ്ങൾ നമ്മളവിടെ ഇതുപോലൊക്കെ തന്നെ സിമിലറായിട്ടുള്ള പ്രവചനങ്ങൾ നമ്മളവിടെ കണ്ടിരുന്നു. അപ്പോൾ ഈ 4 കൊമ്പുകൾ എന്താണെന്ന് ചോദിക്കുന്നു. 4 കൊമ്പുകൾ എന്ന് പറയുന്നത് യെരൂശലേമിനെ നശിപ്പിച്ച രാജ്യങ്ങളായിരിക്കുന്നു എന്ന് പറയും. എന്നാൽ ഈ 4 കൊമ്പുകളെയും അതിനെ തിരിച്ചു വീട്ടുവാനായിട്ട് ദൈവം വേറെ ചില കാര്യങ്ങൾ പദ്ധതി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അതായത് യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവർ എന്ത് ചെയ്യാൻ വന്നിരിക്കുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ആരും തല ഉയർത്താത്ത വണ്ണം യഹൂദയെ ചിതറിച്ച് കളഞ്ഞ കൊമ്പുകളാകുന്നു അവ. ഇവരോ യഹൂദാദേശം ചിതറിച്ച് കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജനതകളുടെ കൊമ്പുകൾ തള്ളിയിട്ട് അവരെ ഭയപ്പെടുത്തുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് സ്വസ്ഥതയോടെ ഇപ്പോൾ ജീവിക്കുന്ന യെരൂശലേമിൻ്റെ ശത്രുക്കൾ ആയ ഈ 4 കൊമ്പുകൾ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളോട് ദൈവം മറുപടി കൊടുക്കാൻ പോകുന്നു. അവരെ ദൈവം സന്ദർശിക്കാൻ പോകുന്നു. ഈ 4 കൊല്ലന്മാരെ എന്നുള്ളത് അവൻ കണ്ട ദർശനത്തിൽ അവനത് മനസ്സിലാക്കാൻ വേണ്ടി അവനെ കാണിക്കുന്നു. അതായത് ഈ യെരൂശലേമിനെ ചതറിച്ച കൊമ്പുകളെയെല്ലാം അവരെ ഭയപ്പെടുത്താനായിട്ട് ദൈവം എഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ ഇത് ചെറിയൊരു കാര്യമല്ല. എൻ്റെ അടുത്ത 2-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ നാം അവിടെ കാണുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. അതായത് മുമ്പേ പറഞ്ഞ പോലെ യെരൂശലേമിനെ അളവ് നൂല് പിടിക്കും. ആ അളവ് നൂല് പിടിക്കുന്നതിനെ കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ വീണ്ടും ദൃഷ്ടി ഉയർത്തി നോക്കി, കയ്യിൽ അളവ് നൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, യെരൂശലേമിനെ അളക്കുവാൻ അതിൻ്റെ വീതിയും നീളവും എന്തെന്ന് നോക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു. അവനെ എതിരേൽക്കുന്ന മറ്റൊരു ദൂതനും പുറത്തു വന്നു. അവനോട് പറഞ്ഞത്, നീ ഓടിച്ചെന്ന് ഈ യുവാവിനോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബാഹുല്യം നിമിത്തം മതിലില്ലാതെ തുറന്ന് കിടക്കും എന്ന് പറയുക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഇവിടെ ദൈവം അവരോട് പറയുന്നത്, ഞാൻ യെരൂശലേമിന് ചുറ്റും ഒരു തീമതിലായിരിക്കും. യെരൂശലേമിന് വേറെ മതിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനു മുമ്പേ യെരൂശലേമിന് എന്തുണ്ടായിരുന്നു? അവിടെ കോട്ടയുണ്ടായിരുന്നു. ഒരു ഫോർട്ടിഫൈഡ് സിറ്റി ആയിരുന്നു ജെറുസലേം. എന്നാൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ യെരൂശലേമിന് തീമതിലായിരിക്കും ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് എന്ന് പറയുമ്പോൾ ദൈവം അളവ് നൂല് യെരൂശലേമിനെ പിടിച്ചിരിക്കുന്നു. ആ യെരൂശലേം ദൈവത്തിൻ്റെ പട്ടണമാണ്. ഇന്നും നാം സംസാരിക്കുന്ന കാലത്തും യെരൂശലേമിന് വേണ്ടി യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ അനേകം പതിറ്റാണ്ടുകളായി, വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നടക്കുന്ന അനേകം യുദ്ധങ്ങൾ യെരൂശലേമിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ജനത്തോട് ദൈവം തീമതിലായിരിക്കുമെന്ന് ദൈവത്തോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള വാക്യങ്ങൾ പറയുന്നു, വരുവിൻ, ബാബിലോൺ പുത്രിയുടെ അടുക്കലുള്ളവരെ നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരുവിൻ എന്ന് പറയുന്നത്, സെക്കറിയ പ്രവാചകൻ ഈ പ്രവചനം പറയുന്ന കാലത്ത് അന്നും ബാബിലോണിൽ അനേകം പേരുണ്ട്. അനേകം പ്രവാസികളായിട്ടുള്ളവർ ഇനിയും നെഹമ്യാവൊന്നും മടങ്ങി വന്നിട്ടില്ല. അവരെല്ലാവരും മടങ്ങി വരുവാനായിട്ടുള്ള കാലം വരാൻ പോകുന്നു. അവരെല്ലാം മാടി വിളിക്കുകയാണ്, നിങ്ങൾ മടങ്ങി യെരൂശലേമിലേക്ക് വരിക. അതിൻ്റെ 10-ാം വാക്യത്തിൽ, സിയോൻ പുത്രിയെ പാടി ഉല്ലസിക്കുക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിൻ്റെ മധ്യേ വസിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആ നാളിൽ പല ജനതകളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ നിൻ്റെ മധ്യേ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് നീ അറിയുകയും ചെയ്യും. യഹോവ വിശുദ്ധ ദേശത്ത് യഹൂദയെ തൻ്റെ ഓഹരിയായി കൈവശമാക്കുകയും യെരൂശലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും. സകല മനുഷ്യരുമേ, യഹോവയുടെ മുൻപിൽ നിശബ്ദരായിരിക്കുവിൻ, അവൻ തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നള്ളിയിരിക്കുന്നു. ഇത് നമുക്ക് വളരെയേറെ പ്രത്യാശ തരേണ്ട ഒരു വേദഭാഗമാണ്. സെക്കറിയ പ്രവാചകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും അധികം ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ സംസാരിച്ചിരിക്കുന്നത് സെക്കറിയ പ്രവാചകനാണ്. ഇനി മുമ്പോട്ടുള്ള അനേകം അധ്യായങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇന്ന് ഒരു ആമുഖമായിട്ട് മാത്രം
നാം മടങ്ങി വന്ന പ്രവാസികളോട് സംസാരിക്കുന്ന സെക്രിയാവിനെയാണ് നമ്മൾ കാണുന്നത്. സെക്രിയാവിനോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ. ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്. ആ യുവാവിനോട് സംസാരിക്കാൻ ഒരു ദൂതൻ മറ്റേ ദൂതനോട് പറഞ്ഞു. അതായത് സെക്രിയാവ് ഒരു യുവാവ് മാത്രമാണ് ഇത് എഴുതുന്ന കാലത്ത്. ഹഗായി പ്രവാചകൻ ഒരു പ്രായമുള്ള വ്യക്തിയും അതേ സമയത്ത് സെക്രിയാവ് ഒരു വളരെ ചെറുപ്പക്കാരനായ യുവാവ് മാത്രമായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സെക്രിയ പ്രവാചകൻ്റെ പുസ്തകം ഇനി അനേകം പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനിരിക്കുന്നു. വരുന്ന എപ്പിസോഡിലൊക്കെ നമുക്ക് കൂടിച്ചേർന്ന് നമുക്ക് ഒന്നിച്ച് പഠിക്കാം. നമ്മൾ കാണും വരെയും നമുക്ക് തമ്മിൽ പ്രാർത്ഥനയിൽ ഓർക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വശക്തനായ ദൈവമേ, ഇന്നത്തെ എപ്പിസോഡിൽ കൂടെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടും സംസാരിച്ചുകൊണ്ടും സ്തോത്രം. അങ്ങയുടെ തിരുവചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് തിരിച്ചു തന്ന് ഞങ്ങൾ മുമ്പോട്ട് നയിക്കണമെന്ന് യേശു മൂലം അപേക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ.